നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു വീട് പണി തുടങ്ങുമ്പോൾ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ്. നമ്മളോടും പലരും സംസാരിക്കാറുണ്ട്. നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ചെലവ് കുറഞ്ഞത് ഏതാണ്? ഇപ്പം സിമന്റ്, കമ്പി, അല്ലെങ്കിൽ കട്ട, കല്ല്, പെയിന്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, ടൈലിങ്, അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്ക് ചെലവ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് വീടിന്റെ ക്വാളിറ്റിയിൽ ചില കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ ചെലവ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് ചെലവ് കുറയ്ക്കാം? അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. പലരും ചോദിക്കാറുണ്ട്, നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വീടിന്റെ മൊത്തം ചെലവിനെ പറ്റി സംസാരിക്കുമ്പോൾ പറയും നമുക്ക് വീടിന് പ്രശ്നമൊന്നും വരാൻ പാടില്ല, വീട് നല്ല ക്വാളിറ്റി ആയിരിക്കണം, പക്ഷേ നമുക്ക് മെറ്റീരിയൽസ് കുറഞ്ഞത് ഏതുണ്ട് എന്ന് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ബേസിക് ആയിട്ട് തുടക്കം മുതൽ അതിന്റെ ഫൗണ്ടേഷൻ മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഒരു വീട് വെക്കാൻ പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം ആ വീടിന്റെ ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് സിമെന്റ്, കമ്പി, എംസാൻഡ്, മെറ്റല്, സിമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും. അപ്പോൾ അവിടെ ചെലവ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ തന്നെ ഒരു ചെലവാണ്. അതിന്റെ ഒരു 10-15% ആ വീടിന്റെ മൊത്തം കോസ്റ്റിന്റെ എമൗണ്ട് വരുന്ന ഒരു ഭാഗമാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ചെലവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ വീടിന്റെ ഒരു മെയിൻ അതിനെ താങ്ങി നിർത്തുന്നതാണ് ആ ഫൗണ്ടേഷൻ. അതിനകത്ത് ചെലവ് കുറച്ചാൽ വീടിന്റെ മുകളിലേക്കുള്ള പണിയെ അത് സാരമായിട്ട് ബാധിക്കും. വീടിന്റെ സ്ട്രെങ്തിനെ ബാധിക്കും, അതിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. അപ്പോൾ നമുക്ക് സ്ട്രക്ചറലി അതിനകത്തൊന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ പലരും പറയും നമ്മൾ പ്രൈമറി സ്റ്റീൽ ഉപയോഗിക്കണോ? അപ്പം പ്രൈമറി സ്റ്റീൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വില കൂടുതലാണ് നമ്മൾ സെക്കൻഡറി സ്റ്റീലിനെക്കാട്ടി. ഇപ്പോൾ സ്റ്റീലിന്റെ ബ്രാൻഡ് ഒന്നും നമ്മൾ പറയുന്നില്ല, എങ്കിലും അതിന്റെ ഒരു 8 രൂപ, ഒരു 10 രൂപ വരെയൊക്കെ പ്രൈമറി സ്റ്റീലും സെക്കൻഡറി സ്റ്റീലും തമ്മിൽ വില വ്യത്യാസമുണ്ട്. അപ്പം എൻ്റെ ഒരു പേഴ്സണലി നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈമറി സ്റ്റീൽ ഉപയോഗിക്കണമെന്നില്ല. നമുക്കതിനകത്ത് ഒരു ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ ഒരു 40 മുതൽ 50 വർഷം വരെയൊക്കെയാണ് അതിന്റെ ഒരു ആയുസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പ്രൈമറി സ്റ്റീലും സെക്കൻഡറി സ്റ്റീലും തമ്മിൽ അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. അതിന്റെ ഇമ്പ്യൂരിറ്റീസിന്റെ ഒക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് സ്ട്രക്ചറലി അതിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ സിമെന്റിന്റെ കാര്യത്തിലാണെങ്കിലും പല ബ്രാൻഡുകളുണ്ട്, പല വിലയിലുള്ളതുണ്ട്. അപ്പം നമുക്ക് മെയിനായിട്ട് അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യുക, കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു വീട് വെക്കുമ്പോൾ അങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ചില പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ വീടിന്റെ പണിയിൽ ആ സാരമായിട്ട് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ OPC സിമെന്റ്, PPC സിമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഗ്രേഡ് 53 ഗ്രേഡുള്ള സിമെന്റ് ഉപയോഗിക്കുക, ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുക എന്ന് മാത്രമാണ്. നമുക്കതിനകത്ത് പലരും അതിന്റെ അറിവില്ലായ്മ മൂലം പലപ്പോഴും മണ്ണിനടിയിൽ കുഴിച്ചിടുന്ന ഒരു കാര്യമാണ് ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ അളവിലും കൂടുതൽ ഫൗണ്ടേഷന്റെ കോസ്റ്റുകൾ വരാറുണ്ട്. അത് വലിയ ഫുട്ടിങ്ങുകൾ കൊടുക്കുക, അല്ലെങ്കിൽ പൈൽ ഫൗണ്ടേഷൻ വേണ്ടാത്തടത്ത് പൈലിംഗ് കൊടുക്കുക, പിന്നെ നിസ്സാരമായിട്ട് ചെറിയ ചെറിയ കോളങ്ങളൊക്കെ വേണ്ടിടത്ത് വലിയ കോളങ്ങൾ കൊടുക്കുക, വലിയ സൈസിലുള്ള ഫൗണ്ടേഷൻസ് കൊടുക്കുക, അങ്ങനെയൊക്കെ നമുക്ക് കോസ്റ്റ് കൂട്ടും. അപ്പം നമുക്കൊരു സ്ട്രക്ചറൽ എഞ്ചിനീയർ സഹായത്തോടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്നവരുടെ സഹായത്തോടെ നമുക്ക് മണ്ണിന്റെ ഘടന മനസ്സിലാക്കി, വീടിന്റെ ലോഡ് എത്രയുണ്ടെന്ന്, അതിലേക്ക് വരുന്ന വെയിറ്റ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇനി നമുക്ക് മുകളിലേക്ക് വന്നാൽ അതിന്റെ സൂപ്പർ സ്ട്രക്ചറായിട്ട് വരുന്ന ബ്രിക്ക് വർക്ക്. ഇപ്പം നമുക്ക് സിമെന്റ് കല്ലുണ്ട്, റെഡ് ബ്രിക്ക് ഉണ്ട്, ചെങ്കല്ലുണ്ട്, മഡ് ബ്രിക്ക് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് വോള് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതാണ്, നമുക്ക് സൈറ്റിൽ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് മെറ്റീരിയലാണ്, അതിനനുസരിച്ച് അത് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ കൂടുതലായിട്ട് സിമെന്റ് ബ്രിക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെഡ് ബ്രിക്കും അവൈലബിൾ ആണ്, പക്ഷെങ്കിൽ അത് തൊട്ടടുത്തൊന്നും കിട്ടാനില്ല, കുറച്ച് ദൂരെ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സിമെന്റ് ബ്രിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 10-15% ഒക്കെ നമുക്ക് കോസ്റ്റ് കൂടുതലാണ് റെഡ് ബ്രിക്കിൽ വരുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സിമെന്റ് ബ്രിക്ക് തന്നെ ഉപയോഗിക്കാം കോസ്റ്റ് കുറയ്ക്കാനായിട്ട്. അപ്പോൾ പലരും പറയും ചൂട് കൂടുതലാണെന്ന് പറയും. പക്ഷെ നമുക്ക് റെഡ് ബ്രിക്ക് ഉപയോഗിച്ചാൽ നമ്മൾ അതിന്റെ റൂഫ് കോൺക്രീറ്റ്, ആ വീടിന്റെ റൂഫ് കോൺക്രീറ്റ് ആണ് വരുന്നത്. അത് പ്ലാസ്റ്ററിങ് ഇൻസൈഡ് ഔട്ട് സൈഡ് നമ്മൾ സിമെന്റ് പ്ലാസ്റ്ററിങ് ചെയ്യും. അപ്പം മറ്റെല്ലാ രീതിയിലും സിമെന്റുമായിട്ട് ബന്ധപ്പെട്ടും കോൺക്രീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ട്രക്ചറാണ് വരുന്നത്. അതിന്റെ വോള് മാത്രമാണ് വരുന്നത്. താരതമ്യേന ചൂട് കുറവ് വരുമെങ്കിലും അധികമായിട്ട് ചൂട് കുറയുമെന്നൊന്നും നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ പലരും എല്ലാവരും AC ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പം കോസ്റ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പം വടക്കോട്ടൊക്കെ കണ്ണൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ ഒക്കെ ആണെങ്കിൽ ചെങ്കൽ ഉപയോഗിക്കാം. പക്ഷെ അവിടെ നമുക്ക് അവൈലബിൾ ആണത്. അപ്പൊ അതുകൊണ്ട് അവിടെ കോസ്റ്റ് അത് നമ്മുടെ ഇവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് കുറവായിരിക്കും. അപ്പൊ ഇവിടെ ഒരു ചെങ്കല്ല് ഒരെണ്ണം വരണമെങ്കിൽ 100 രൂപ മുതൽ 115-120 രൂപയൊക്കെയാണ് ഇവിടുത്തെ കല്ലിന്റെ വില. അപ്പൊ നമുക്ക് പലരും അതിനുവേണ്ടി വാശി പിടിച്ചിട്ട് അവിടുന്ന് അത്രയും ദൂരെ നിന്ന് നമുക്ക് ഇവിടെ ചെങ്കല്ല് കൊണ്ടുവന്ന് പണിയുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമില്ല. ഇപ്പോൾ ആവശ്യമുള്ളവർക്ക് ചിലപ്പം അതിനുവേണ്ടി അത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവർക്ക് അവിടുന്ന് കൊണ്ടുവന്ന് ചെയ്യാം. അപ്പോൾ അതുമായിട്ട് നമുക്ക് കോസ്റ്റ് കൂടുതലായിട്ട് വരും. ഇഷ്ടികയാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ വരുമ്പം 11 രൂപ 12 രൂപ ഇഷ്ടികയ്ക്ക് വില വരും. അപ്പോൾ ഒരു 6-7 ഇഷ്ടിക വരും ഒരു സിമെന്റ് കട്ടയുടെ സ്ഥാനത്ത്. അപ്പോൾ സിമെന്റ് കട്ടയ്ക്ക് നമുക്കിവിടെ 41 രൂപ 42 രൂപയാണ് സൈറ്റിൽ വരുമ്പോൾ ഉള്ള വില. അപ്പോൾ 6 കട്ട ഇഷ്ടികയാകുമ്പം അതിനെക്കാട്ടി ഒരു 62 രൂപ അല്ലെങ്കിൽ 70 രൂപയൊക്കെ ഇഷ്ടികയുടെ വില വരും.
അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു കോസ്റ്റ് വ്യത്യാസം വരും. പിന്നെ ഇഷ്ടികയുടെ ജോയിൻറ്റ്സ് കൂടുതലായതുകൊണ്ട് അതിൽ നമുക്ക് സിമെൻറ്റും സാൻഡിൻ്റെ അളവ് കൂടുതലായിരിക്കും. അത് പണിയാൻ എണ്ണം കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ ലേബർ കോസ്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടിക വെച്ച് പണിയുമ്പോൾ നമുക്ക് ചിലവ് കൂടും. അപ്പോൾ നമുക്ക് താരതമ്യേന സിമെന്റ് കട്ട തന്നെയാണ് കോസ്റ്റ് കുറയും. ഇപ്പം മഡ് ബ്രിക്ക് എന്ന് പറഞ്ഞ കട്ടയുണ്ട്, അതും നമുക്ക് ഉപയോഗിക്കാം. അതും താരതമ്യേന ഈ സിമെന്റ് കട്ടയുടെ വില തന്നെയാണ് ഏകദേശം വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് അതിനകത്ത് സ്ട്രെങ്തിന്റെ കാര്യത്തിലൊന്നും ഇവ തമ്മിലൊന്നും വലിയ വേരിയേഷൻസ് ഒന്നും വരാനും ഇടയില്ല. അപ്പോൾ നമുക്ക് സിമെന്റ് കട്ട, കൂടുതൽ ആൾക്കാരും സിമെന്റ് കട്ടയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, അങ്ങനെ ഉപയോഗിക്കാം. ഇനി മുകളിലേക്ക് വരുമ്പോൾ ഇനി അതിന്റെ ഡോർസ്, വിൻഡോസ്, അതൊരു പ്രധാന ഘടകം തന്നെ. പല രീതിയിലുള്ള മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആണ്. വുഡാണ് എല്ലാവരെയും കൂടുതലും ആകർഷിക്കുന്നതും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതും. ഇപ്പൊ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അതിന് ബദലായിട്ട് നമുക്കിപ്പോൾ സ്റ്റീൽ വിൻഡോസ് വന്നിട്ടുണ്ട്, സ്റ്റീൽ ഡോർസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിനൊരു 30-40% കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും സ്റ്റീൽ ഡോറുകളും വിൻഡോസുകളും ഉപയോഗിക്കുകയാണെങ്കിൽ. പലരും അതിലും തർക്കമുണ്ട്, സ്റ്റീൽ ഉപയോഗിക്കാത്തവരുണ്ട്, വുഡ് തന്നെയാണ് നല്ലതെന്ന് പറയാറുണ്ട്. പക്ഷെ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ചും മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി അനുസരിച്ചും കോസ്റ്റ് അനുസരിച്ചും ഒക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അപ്പം നമുക്കതിനകത്ത് നിർബന്ധം പിടിച്ച് വുഡ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത, ഇപ്പം കോസ്റ്റ് കുഴപ്പമില്ല, ഇനി വുഡിന് വേണ്ടി വാശി പിടിക്കുകയാണെങ്കിൽ വുഡ് ഉപയോഗിക്കാം, അതിനകത്ത് കുഴപ്പമില്ല, പല കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ നല്ല തടി വേണം, അല്ലെങ്കിൽ നല്ല വുഡ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം, അതിന് കാതലുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അത് ട്രീറ്റ് ചെയ്തതായിരിക്കണം. അങ്ങനെ രീതിയിലൊക്കെയുള്ള നല്ല വുഡ് ആണെങ്കിൽ അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നല്ല വുഡ് കിട്ടാനില്ല, അല്ലെങ്കിൽ നല്ല മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ് കാരണം ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം നമുക്ക് അതിന് ബദലായിട്ട് സ്റ്റീൽ ഉപയോഗിക്കാം. ഇതിന് WPC പോലുള്ള മെറ്റീരിയൽ ഉണ്ട്, അത് വുഡിന്റെ ഏകദേശം കോസ്റ്റ് തന്നെ വരുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിക്കേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. ഇനി കുറച്ചും കൂടെ ചീപ്പായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അലൂമിനിയം വിൻഡോസ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ കട്ടളകളും ജനലുകളും ഉണ്ട്. അതിൽ നമുക്ക് ഫൈബർ ഡോറുകൾ വെക്കാം. ഇനി അതല്ല, കോൺക്രീറ്റിന്റെ കട്ടള വെക്കാതെ തന്നെ ഫൈബർ ഡോറുകൾ ബെഡ്റൂംസിനും ടോയ്ലറ്റിനും നമുക്ക് ഉപയോഗിക്കാം. ഈ ഫ്രണ്ട് ഡോർ മാത്രം വുഡോ സ്റ്റീലോ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെയുള്ള ഫൈബർ ഡോറുകൾ ഉപയോഗിച്ചാൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഐറ്റംസ് ആണ്. ഇലക്ട്രിക്കൽ ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു റൂം എടുക്കുകയാണെങ്കിൽ 2 ലൈറ്റ്, ഒരു ഫാന്, ഒരു AC പോയിന്റ്, 2-3 സോക്കറ്റ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യാറുള്ളത്. ഇനി അതിൽ കൂടുതൽ ഇപ്പോൾ ഒരു റൂമിൽ തന്നെ ഫോൾ സീലിങ്ങുകൾ ചെയ്ത് അതിൽ ഒരുപാട് ലൈറ്റുകൾ കൊടുക്കും. ഇനി എക്സ്ട്രാ ഇലക്ട്രിക്കൽ പോയിന്റുകൾ, അഡീഷണൽ ആയിട്ട് കുറേ സോക്കറ്റുകൾ കൊടുക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കോസ്റ്റ് കൂടും. അപ്പോൾ ഈ വയറിന്റെ ലെങ്ത് കൂടും, അതിനനുസരിച്ചുള്ള സ്വിച്ചസിന്റെ എണ്ണം കൂടും, ലേബർ കോസ്റ്റ് കൂടും, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഇപ്പോൾ ഒരു മിനിമൽ ചെറിയൊരു വീടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ലൈറ്റ്, ഒരു ഫാൻ, ഒരു സോക്കറ്റിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ ആവശ്യങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് കോസ്റ്റ് കൂടുതലായിട്ട് വരും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് തയ്യാറാക്കാം. മുൻപേ തന്നെ നമുക്കൊരു പ്ലാനിങ് വേണം. നമുക്ക് ഇന്ന റൂമിനകത്ത് ഇത്ര ലൈറ്റ് വേണം, ഇത്ര ഫാൻ വേണം. ഇനി ലിവിംഗ് റൂം ആണെങ്കിൽ അതിന് TV-യുടെ പൊസിഷൻ എവിടെയാണ്, അല്ലെങ്കിൽ കിച്ചണാണ്, ഫ്രിഡ്ജ് എവിടെയാണ്, വാഷിംഗ് മെഷീൻ എവിടെയാണ്, ഗ്യാസ് സ്റ്റവ് എവിടെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ആ ഒരു ഡ്രോയിങ് റെഡിയാക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള വയറിങ്ങിന്റെ കോസ്റ്റും അതിന്റെ ലേബർ കോസ്റ്റും ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഇലക്ട്രിക്കൽ, ഇനി ബ്രാൻഡ് അനുസരിച്ച് വ്യത്യാസം വരാം. കൂടിയ ബ്രാൻഡിലുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ കോസ്റ്റ് കൂടും. അപ്പൊ അത് കുറഞ്ഞ രീതിയിലുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്ലംബിംഗ് ഐറ്റംസും. ഇപ്പൊ നമുക്കൊരു 3500-4000 രൂപ വരെയുള്ള ക്ലോസറ്റ് തൊട്ട് 10,000, 20,000, 30,000 അങ്ങനെ പല റേഞ്ചിലുള്ള ക്ലോസറ്റുകൾ അവൈലബിൾ ആണ്. അപ്പൊ നമുക്കിടെ ആവശ്യം എന്താണ് അതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കുക. ഇപ്പം ഷവർ ക്യൂബിക്കിൾ വെക്കേണ്ടവർക്ക് ഷവർ ക്യൂബിക്കിൾ വെക്കാം. ഇനി പാർട്ടീഷൻ വാളുകൾ ബാത്റൂമിനകത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നമുക്ക് കോസ്റ്റ് കൂട്ടുന്ന കാര്യങ്ങളാണ്. മിനിമൽ രീതിയിൽ നിന്നുകൊണ്ട് നമുക്കൊരു ടോയ്ലറ്റിനകത്ത് ഒരു ക്ലോസറ്റ്, ഒരു വാഷ് ബേസിൻ, ഒരു ഷവർ, ഒരു മിക്സർ ടാപ്പ് വേണമെങ്കിൽ വെക്കാം. ഇനി മിക്സർ വെച്ചാൽ അത് കോസ്റ്റ് കൂടുന്ന കാര്യമാണ്. ഇപ്പൊ ചൂടുവെള്ളം, തണുപ്പുവെള്ളം ഒക്കെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ വെക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു സ്പൗട്ട് വെച്ചിട്ട് ഒരു ടാപ്പായിട്ട് മാത്രം വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ടോയ്ലറ്റിനകത്ത് സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് പ്ലംബിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കിച്ചണകത്ത് വരുന്ന കാര്യങ്ങൾ. ഇപ്പം സിങ്ക് ഒക്കെ നമുക്ക് കുറഞ്ഞ സിങ്കുകളുണ്ട്. ഇതൊക്കെ ഓരോ ബ്രാൻഡിനനുസരിച്ചും ഓരോ മോഡൽ അനുസരിച്ചും ഒക്കെ അതിനകത്ത് കോസ്റ്റ് വ്യത്യാസം വരും. സിങ്കിന്റെ ടാപ്പ്, ആംഗിൾ വാൽവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്കൊരു ഓർഡർ ഉണ്ടാക്കാം. ഇന്ന റേറ്റിലുള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇനി ഫുൾ വർക്ക് കോൺട്രാക്ട് കൊടുക്കുന്നവർക്കാണെങ്കിലും നമുക്ക് പറയാം ഇന്ന ബഡ്ജറ്റിലുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലുള്ള ഒരു റേറ്റ് ആണ് നമുക്ക് വേണ്ടതെന്ന് പറയാം. നമുക്ക് അതിനൊരു ലിമിറ്റ് ഇല്ല. നമുക്ക് കൂടിയ ബ്രാൻഡുകൾ, ഇതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പല ബ്രാൻഡിലും പല റേഞ്ചിലുള്ളതൊക്കെ ഉണ്ട്. 10,000-15,000 രൂപ വരെയുള്ള സിങ്കുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്കത് ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാന്നുള്ളതാണ്. ഇനി നമുക്ക് ടൈലിങ്ങിലേക്ക് വന്നാലും ഇതേപോലെ തന്നെയാണ്. നമുക്കൊരു 30 രൂപ, 35 രൂപ സ്ക്വയർ ഫീറ്റ് വിലയുള്ള ടൈൽസ്, 100, 200 ഒക്കെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്ന ടൈൽസുകളും അതിനനുസരിച്ചുള്ള ഗ്രാനൈറ്റുകളും അങ്ങനെയുള്ള ഒരുപാട് കൂടിയ ടൈൽസുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്.
ഇപ്പൊ നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബഡ്ജറ്റ് ഹോമായിട്ട് ചെയ്യുന്ന ഒരു വീടിന് ഒരു ടൈലിങ്ങിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു 2 ലക്ഷം രൂപയിൽ താഴെ നമുക്ക് നിർത്താനായിട്ട് പറ്റും. ടൈലും അതിന്റെ മെറ്റീരിയലും അതിന്റെ ലേബർ ഉൾപ്പെടെ അതിന്റെ എം സാൻഡ് അല്ലെങ്കിൽ സിമെന്റ് അതിന്റെ ലേബർ കോസ്റ്റ് എല്ലാം കൂടെ ഒരു 2 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിർത്താനായിട്ട് പറ്റും. ഇനി നമുക്ക് കൂടിയ ബ്രാൻഡിലുള്ളതാണെങ്കിൽ ഇനി കുറച്ചും കൂടെ സൈസിലുള്ളതാണെങ്കിൽ ഇപ്പൊ 4x2 വെച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി കൂടുതൽ 8x4 സൈസ് അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ സ്ലാബായിട്ട് വരുന്ന സൈസിലുള്ള ടൈലുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വരുമ്പോൾ നമുക്ക് ലേബർ കോസ്റ്റ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ അതിനകത്ത് ലെവൽ ഡിഫറൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കോസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഗമ്മിലൊക്കെ ചെയ്യുകയാണെങ്കിൽ വോൾട്ടൈൽ സ്പേസർ ഇട്ട് അപ്പോക്സി സ്പേസർ ഇട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഡിപ്പെൻസ് ഓരോ കാര്യങ്ങളെ അനുസരിച്ച് നമുക്ക് അതിനകത്തൊക്കെ കോസ്റ്റിൽ വ്യത്യാസം വരും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ് പെയിന്റിംഗ് എന്ന് പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് ഒരു വൈറ്റ് സിമെന്റ് അടിച്ചിട്ടാൽ മതി എന്നുണ്ടെങ്കിൽ ആ പെയിന്റിംഗ് അതോടെ കഴിഞ്ഞു. അതൊരു 10,000 രൂപ താഴെയുള്ള കോസ്റ്റിൽ നമുക്ക് തീർക്കാൻ പറ്റും. ഇനി ഒരു പ്രൈമർ മാത്രമാണെങ്കിലും ആ രീതിയിൽ നമുക്ക് ആ ബഡ്ജറ്റിൽ പിടിച്ചു നിർത്താനായിട്ട് പറ്റും. ഇനിയും കുറച്ച് കളറൊക്കെ അടിക്കണമെങ്കിൽ അല്ലെങ്കിൽ എമൽഷൻ അടിക്കണമെങ്കിൽ ആ രീതിയിലുള്ള കോസ്റ്റ്, അതും പല ബ്രാൻഡിലുള്ളതും പല റേഞ്ചിലുള്ളതുമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഇനി അതിലെ പുട്ടിയിട്ട് പെയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അതിനനുസരിച്ച് കോസ്റ്റ് കൂടും. ഇപ്പൊ നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് 2 കോട്ട് പുട്ടിയിട്ട് പ്രൈമർ അടിച്ച് അല്ലെങ്കിൽ അതിന് മുമ്പ് വൈറ്റ് സിമെന്റ് അടിച്ച് 2 കോട്ട് എമൽഷൻ അടിച്ച് കളർ അടിച്ച് ഇനി ഡോർസ് വിൻഡോസ് ഒക്കെ പോളിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു 3 ലക്ഷം രൂപയിലൊക്കെ മേളി വരും അതിന്റെ കോസ്റ്റ് വരുമ്പോഴത്തേക്ക്. ഇനി അതല്ല നമുക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഇപ്പൊ ആദ്യം പറഞ്ഞതുപോലെയൊക്കെ ആണെങ്കിൽ ഒരു 50,000 രൂപയ്ക്കുള്ളിലൊക്കെ നമുക്ക് തീർക്കാനായിട്ടും പറ്റും. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഒരു പ്ലാനിങ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുക, അതിന്റെ കളർ സെലക്ട് ചെയ്യുക, ഏത് ബ്രാൻഡ് വേണമെന്ന് സെലക്ട് ചെയ്യുക, എവിടെയൊക്കെ നമുക്ക് പെയിന്റ് വേണം, എന്തെങ്കിലും സ്പെഷ്യൽ കളറുകൾ ചെയ്യുന്നുണ്ടോ, ടെക്സ്ചർ വർക്കുകൾ ചെയ്യുന്നുണ്ടോ, അതിനെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്താൽ നമുക്ക് അതിലും ബഡ്ജറ്റ് കുറച്ച് നിർത്താനായിട്ട് പറ്റും. ഇനി ഇത് കൂടാതെ പല രീതിയിലുള്ള ചെലവുകൾ നമുക്ക് വരും. ഇപ്പം സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽ വരും, പാരപ്പറ്റിന്റെ എന്തെങ്കിലും ഡിസൈൻ വർക്കുകൾ വരും, വാട്ടർ പ്രൂഫിംഗ് വരാം, പെസ്റ്റ് കൺട്രോളിന്റെ വർക്കുകൾ വരാം, ഇനി പെർഗോളാസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇനി ലൈറ്റ് ഫിറ്റിങ്സുകൾ വരാം, അല്ലെങ്കിൽ സ്ലോപ്പ് പ്രൂഫ് ആണെങ്കിൽ അതിന്റെ മേളിൽ ഡ്രസ് വർക്ക് ഓടിടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. അങ്ങനെ ഒരു വീടുമായിട്ട് ബന്ധിച്ച് മറ്റു രീതിയിലുള്ള ചെലവുകൾ നമുക്ക് വരാം. ഇനി ഇന്റീരിയർ വർക്കുകൾ, ഇന്റീരിയർ നമ്മൾ ഇതിനകത്ത് പറഞ്ഞില്ല, ഇന്റീരിയർ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കബോർഡ് വർക്കുകൾ, കിച്ചൺ കബോർഡ്, ഇനി അതല്ല പുറത്തുള്ള കോമ്പൗണ്ടുകൾ, ഗേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം, ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ വരാം. അങ്ങനെ പല രീതിയിൽ ഒരു 10 to 15% നമുക്ക് ടോട്ടൽ കോസ്റ്റിന്റെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരാം. അപ്പൊ അതും പലരും ആദ്യത്തെ പ്ലാനിങ്ങിൽ ഇല്ലാത്തതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് വരും, 1000 സ്ക്വയർ ഫീറ്റ് വരും, 1000 ഇൻറ്റു ഇന്ന റേറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ആ ഒരു വീടിന്റെ കോസ്റ്റ് മാത്രം, വീടിന് വരുന്ന കോസ്റ്റ് മാത്രമാണ്. ഈ ഇന്റീരിയറോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ് വർക്കോ പുറത്തുള്ള ഗേറ്റിന്റെ വർക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. അതും കൂടെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ കിണർ കുഴിക്കാനുണ്ടോ, ഇനി പ്ലോട്ട് ലെവൽ അല്ലെങ്കിൽ പ്ലോട്ടിൽ മണ്ണ് കട്ട് ചെയ്ത് മാറ്റേണ്ട ചിലവ് വരും, ഇനി മണ്ണ് ഫില്ല് ചെയ്യേണ്ടതാണെങ്കിൽ മണ്ണ് ഫില്ല് ചെയ്യേണ്ട ചിലവ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. അപ്പൊ നമുക്കൊരു വീട് വെക്കുമ്പോൾ തന്നെ, വെക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഒരു പ്ലാൻ വരയ്ക്കുക. അതിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള മെറ്റീരിയൽസ് നമുക്ക് ഉപയോഗിക്കണം, ഏത് രീതിയിലുള്ള ബഡ്ജറ്റിലാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു പ്ലാനിങ് ആദ്യം ഉണ്ടാക്കി. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇത് കൂടുതൽ ആപ്ലിക്കബിൾ ആണ്. ഇപ്പൊ നമ്മൾ മെറ്റീരിയൽസ് ഇറക്കി കൊടുത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ടൈമിനുള്ളിൽ അല്ലാതെ ഇപ്പം ഒരു ഫുൾ കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 10 മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടൊക്കെയാണ് ആ വീടിന്റെ ഫുൾ വർക്ക് തീർക്കുന്നത്. ഇനി അതല്ല നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കുറേശ്ശെ ആയിരിക്കും വർക്കുകൾ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ചെയ്തിട്ടു, ഇനി അല്ലെങ്കിൽ റൂഫ് വാർത്ത് കുറെ നാൾ കിടന്നു, പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കിടന്നു, നമുക്ക് സാമ്പത്തികം അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലായിട്ട് അവർക്കായിരിക്കും പ്രയോജനപ്പെടുന്നത്. ഇനി ഫുൾ കോൺട്രാക്ട് കൊടുക്കുന്നവർക്ക് ഒരുപക്ഷെ മൊത്തത്തിൽ ഒരു റേറ്റ് പറഞ്ഞിട്ട് ഇന്ന ടൈമിനുള്ളിൽ തീർക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഷെഡ്യൂൾ വെച്ചായിരിക്കും അവർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കവിടെ പല കാര്യത്തിൽ ഇപ്പം കോൺട്രാക്ടുമായിട്ട് ഓൾറെഡി എഗ്രിമെന്റിന് അതിന്റെ കാര്യങ്ങൾ ഇന്ന റേഞ്ചിലുള്ള മെറ്റീരിയൽസ് വേണമെന്നൊക്കെ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ബോധപ്പെടേണ്ട കാര്യമില്ല. അവർ ആ വർക്ക് അനുസരിച്ച് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം, ആ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മളൊരു വീട് വെക്കുമ്പോൾ അതിന്റെ ബിൽഡിംഗ് മെറ്റീരിയൽസിനകത്ത് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിപ്പോ നമ്മളൊരു റഫായിട്ട് കുറെ കാര്യങ്ങൾ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കിയപ്പോൾ ടൈലിനെ പറ്റി സംസാരിച്ച കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. ടൈൽസിന്റെ സെലക്ഷൻ പല കാര്യങ്ങൾ വരും. ഇപ്പൊ പെയിന്റിനെ പറ്റി പറഞ്ഞാലും അത് തന്നെ, വീടിന്റെ ഫൗണ്ടേഷനെ പറ്റി പറഞ്ഞാലും അങ്ങനെ. അപ്പൊ നമ്മൾ ഒരു വീഡിയോയ്ക്കുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഒരു വീട് വെക്കാൻ പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതിനു മുമ്പ് ധാരാളം വീഡിയോസ് ഇതിനെപ്പറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കോൺട്രാക്ടർ എങ്ങനെ തിരഞ്ഞെടുക്കണം, കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തെല്ലാം നിയമവശങ്ങളാണ് അതിനകത്തുള്ളത്, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക്, വീട് വെക്കാൻ പോകുന്നവർക്ക് ഈ വീഡിയോസ് ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.